എല്ലാവർക്കും അൽഷിഫ ഹോം റെമഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എന്നും പേടിക്കുന്ന പോലെ ആ പനിയുടെ പേര് പറയുന്നില്ല. അത് എന്ത് തരം പേരായിക്കോട്ടെ, നമ്മൾ ഓമന പേര് ഓരോ മക്കളെ ഇട്ട് വിളിക്കുന്ന പോലെ പനി അത് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പം അത് വന്നു കഴിഞ്ഞവർക്കും വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ 10 വിരലുകളും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജ്. കൈകളിൽ എങ്ങനെ, നമ്മളുടെ വിരൽ തുമ്പിൽ എങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് എനർജി കൂട്ടാം. അഥവാ നിങ്ങൾ കൊറോണ അഥവാ ഒമിക്രോൺ അഥവാ ഡെൽറ്റ എന്ത് തരം പനി ആയിക്കോട്ടെ വന്നിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടി, ICUവിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടി, വരാതിരിക്കട്ടെ ആർക്കും അങ്ങനത്തെ ഒരവസ്ഥ. അഥവാ ഇത് എന്തിനാ പറയുന്നത് വെച്ചാൽ, നമ്മൾ ടെൻഷൻ വരും തോറുമാണ് നമ്മളുടെ ശരീരത്തിൽ ഈ പറയുന്ന സംഗതികളെല്ലാം നടക്കുന്നതും നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിന് സർക്കുലേഷൻ കുറയുന്നതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേടിപ്പെടുത്താനോ നമ്മൾ ടെൻഷൻ ആവാനോ അല്ല പറയുന്നത്. അതെല്ലാം നമ്മൾ ആ സമയത്ത് ഒഴിവാക്കി വിടുക. നമ്മളെ ശരീരത്തിൽ ഒരു പനി വരുന്നു വെച്ചാൽ നമ്മളുടെ ശരീരത്തിലുള്ള വിഷാംശം പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു രാസപ്രക്രിയ നമ്മളെ ശരീരത്തിൽ നടത്തിയിട്ട് ചൂട് വരുന്നതോടുകൂടിയിട്ട് ആ ടോക്സിൻസിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പേടിയോ ടെൻഷനോ വെക്കും തോറും അത് അതിനേക്കാളും കൂടുതൽ വിപരീത ഫലം ഉണ്ടാവുക എന്നല്ലാതെ നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്തില്ല. ഇന്നിപ്പോൾ പനി ഇല്ലാത്തവരാരുമില്ല അല്ലേ? എന്നും എല്ലാ വർഷവും ഈ ഡിസംബർ ജാനുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ് ഈ വൈറൽ ഫീവർ. അപ്പോൾ അതുകൊണ്ടാണ് ഏത് തരം പേരായിക്കോട്ടെ നിങ്ങൾ ടെൻഷൻ ആവണ്ട, പാനിക് ആവണ്ട ഒരാവശ്യവും ഇല്ല. നമ്മൾക്ക് തന്നെ നമ്മളുടെ വിരൽ തുമ്പിൽ എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു ബെഡിൽ കിടക്കുന്ന ആൾക്ക് കൂടി സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു മസാജാണ്, ഹാൻഡ് മസാജാണ് നമ്മൾ കാണിക്കുന്നത്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ വിരലുകളിൽ എന്തെങ്കിലും ഒരു ക്രീമോ ഓയിലോ ഇനി ഇത് ഏത് ക്രീമാണെന്നൊന്നും ചോദിക്കേണ്ട, സാധാ ഒരു ക്രീമാണ്. അത് നമ്മളെ കൈ ഒന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറുതെ ഒന്ന്, ഇപ്പോൾ ഏത് കുഞ്ഞു കുട്ടികൾക്കും ചോദിച്ചാൽ അറിയാം, ഒരു സംസാരിക്കുന്ന കുട്ടികൾക്ക് വരെ ചോദിച്ചാൽ അറിയാം സാനിറ്റൈസർ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ ഇപ്പോൾ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ കേൾക്കാത്ത സംഗതികളാണ്. കുഞ്ഞു കുട്ടി 1.5 വയസ്സിൽ നമ്മൾ സംസാരിക്കാനാകുന്ന കുട്ടി സാനിറ്റൈസർ എങ്ങനെ യൂസ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല രസമായിട്ട് അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സാനിറ്റൈസർ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുക, അതേപോലെ ഒന്നില്ലെങ്കിൽ സാധാ ഏതെങ്കിലും ഒരു ക്രീം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ, അത് എന്ത് തരം ഓയിലാണെങ്കിലും നമ്മളെ കയ്യിൽ ഒരു മോയ്സ്ചർ വരാൻ വേണ്ടിയിട്ട്, നമ്മളെ വിരലുകളൊന്ന് നന്നായിട്ട് ഓടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് പനിയൊക്കെ വന്നിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊന്ന് ക്ലാപ്പ് കൊട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഉള്ളം കയ്യിൽ നന്നായിട്ടൊന്ന് തട്ടിവിടുക. അതേപോലെ ഈ 5 വിരലുകളും ഒന്ന് തട്ടിവിടുക. ഇങ്ങനെ നമ്മൾ തട്ടുന്നതിനേക്കാളും നല്ലത് ഉള്ളം കൈ നന്നായി ഒന്ന് തട്ടുക. അതേപോലെ ഈ 5 വിരലും തട്ടുക. അതേപോലെ തന്നെ ബാക്ക് സൈഡും, അതായത് ഇവിടെ അതേപോലെ ഇവിടെ 5 വിരലുകളുടെ ബാക്കിലും വരുന്ന പോലെ തട്ട്. എങ്ങനെ വേണിച്ചാലും തട്ടാം, മറിച്ചിട്ടോ തിരിച്ചിട്ടോ എങ്ങനെ. അതായത് നമ്മൾ ഹാൻഡിനെ, അതായത് ഉള്ളം കൈയിനെ ഉൾവശവും പുറം വശവും ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നിലേ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, എങ്ങനെ വേണിച്ചാലും ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് വിടുക. അതിന് ശേഷം ഈ 3 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട്, ഈ 3 ഫിംഗേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മളുടെ താഴെ പോകുന്നു. ഇങ്ങനെ വെച്ച ശേഷം ഇവിടെ നമ്മൾ പ്രഷർ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് മേലേക്ക് കൊണ്ടുവരിക. അതും നിങ്ങൾക്ക് പറ്റുന്നില്ലേ, അതിനും നമുക്ക് പോകാൻ വഴിയുണ്ട്. നമ്മളുടെ ഈ 5 വിരൽ, നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ചെയ്യുന്നെങ്കിൽ റൈറ്റ് ഹാൻഡിൻ്റെ 5 വിരലുകൾ ഉപയോഗിച്ച് ഇവിടുന്ന് ഇങ്ങനെ കാണിക്കുക. ഒരു 3 പ്രാവശ്യം ചെയ്യുക. അതിന് പുറമെ ഉൾവശവും ഇതേപോലെ ചെയ്യുക. അതായത് പുറം വശവും ഉൾവശവും, അങ്ങനെ എല്ലാ വിരലുകളും സാവധാനത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. എല്ലാ വിരലുകളും ഇതേപോലെ ഒന്ന് മസാജ് കൊടുക്കുക. അതേപോലെ 10 വിരലും തിരിച്ചും മറിച്ചും ചെയ്യുക.
സാവധാനം വെച്ച് നിങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാതും കൊടുത്ത ശേഷം ഈ നമ്മളുടെ എല്ലാ ടിപ്പുകളും വെച്ച് എല്ലാ വിരലിൻ്റെ അറ്റങ്ങളും വെച്ച് ഒന്ന് നന്നായിട്ട് ഇതേപോലെ ചെയ്യാം. ഇത് സൈനസൈറ്റിസിന് നല്ലതാണ്, കോൾഡിന് നല്ലതാണ്, കഫിന് നല്ലതാണ്, ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അതായത് നമ്മൾ സാധാരണ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക അല്ലേ. അപ്പോൾ ബ്രെയിനിൻ്റെ ഭാഗങ്ങളാണിത്. അതേപോലെ സൈനസൈറ്റിസ്, എന്ത് തരം തലവേദന ഉണ്ടെങ്കിലും എന്ത് തരം കഫക്കെട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല മസാജാണിത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മുടെ റൈറ്റ് തം ഫിംഗർ കൊണ്ട് അഥവാ തള്ളവിരൽ കൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്യാം. അതേപോലെ ലെഫ്റ്റിൻ്റെ തം ഫിംഗർ കൊണ്ട് റൈറ്റിൻ്റെ പാം ഏരിയയിലും എല്ലാവിടെയും പ്രസ് ചെയ്യാം. അതായത് ഇതുകൊണ്ടൊക്കെ നമുക്ക് പ്രസ് ചെയ്യാം, പക്ഷെ കുറച്ചും കൂടെ പ്രഷർ കിട്ടുന്നത് തം ഫിംഗർ കൊണ്ടാണ്. അപ്പോൾ ഏത് വിരൽ വെച്ചിട്ടോ എല്ലാ വിരൽ വെച്ചിട്ടോ നിങ്ങൾക്ക് പ്രസ് ചെയ്യാം. പിന്നെ ഈ ഭാഗങ്ങളിൽ ചെയ്യേണ്ടത്, അതായത് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ എടുത്ത് ഇതിലൂടെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക, ഉൾഭാഗത്ത് മാത്രം. അതേപോലെ തന്നെ ഇതിലും ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്ക് കൊണ്ടുവരിക. ഇവിടുന്ന് 5 to 10 ടൈംസ് ചെയ്യാം. നിങ്ങൾക്ക് ടൈമല്ലേ 3 ടൈംസ് ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഇവിടെ ഉണ്ടല്ലോ ഈ ഭാഗങ്ങൾ, ഈ ജോയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഇതെല്ലാം പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യാം. എല്ലാ ഭാഗവും ചെറിയൊരു പ്രഷറോട് കൂടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ പനി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഭാഗമൊക്കെ നമുക്ക് പ്രഷർ കൊടുക്കുമ്പോൾ കുറച്ച് പെയിൻഫുള്ളായിരിക്കും. അതേപോലെ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പുറം ഭാഗത്ത് നമ്മൾ ഈ ഉൾഭാഗത്തും ചേരുമ്പോൾ നേരിയ ഒരു പെയിൻ ഉണ്ടായിരിക്കും. കുഴപ്പമില്ല, ആ ടോക്സിൻ പുറത്തു പോകാൻ വേണ്ടി പ്രത്യേകിച്ചിട്ട് നമ്മളുടെ ഈ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം പെയിൻഫുള്ളായിരിക്കും. അങ്ങനെ ഉള്ളവർക്ക് മാത്രം, ഇല്ലാത്തവർക്ക് യാതൊരു കുഴപ്പമുണ്ടല്ല. അതിഭയങ്കരമായ പെയിനൊന്നും ആയിരിക്കില്ല, സഹിക്കാൻ പറ്റുന്ന പെയിൻ. ഇതെല്ലാം കൊടുത്ത ശേഷം ഇത് 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റി അത്രയും നല്ലത്, 5 പ്രാവശ്യം കൊടുക്കാൻ പറ്റി അത്രയും നല്ലത്. എന്നിട്ട് നമ്മൾ ഈ വിരലുകളെ പിടിച്ചിട്ട് ഇവിടുന്ന് ഉൾഭാഗത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരിക. അതായത് ഇവിടുന്ന് കൊണ്ടുവന്ന ശേഷം പുറം ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതേപോലെ ഇവിടുന്ന് പിടിച്ച് പുറം ഭാഗത്തേക്ക് കൊണ്ടുവരാം. അതേപോലെ ഇവിടുന്ന് പുറം ഭാഗത്തേക്ക്, ഉൾഭാഗത്തു നിന്ന് പുറം ഭാഗത്തേക്ക്. അതേപോലെ ഈ ഫിംഗേഴ്സ് വെച്ചിട്ട് ഉൾഭാഗത്തു നിന്ന് പുറം ഭാഗത്തേക്ക്. അതേപോലെ ഇവിടുന്നും പുറം ഭാഗത്തേക്ക്, ഇവിടുന്ന് പുറം ഭാഗത്തേക്ക്. അതേപോലെ അത്യാവശ്യം കുറച്ച് പ്രഷറോട് കൂടി ചെയ്യുക. അഥവാ നിങ്ങൾക്ക് പറ്റുന്നില്ല, ബെഡിൽ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയ നേരിയ പ്രഷറാണെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ത്രോട്ടിലുള്ള ആ ബുദ്ധിമുട്ട് അപ്പം തന്നെ നമുക്ക് ഏകദേശം കുറഞ്ഞ് വരുന്നതായിട്ട് കാണും. നിങ്ങൾ ഈ ഭാഗം പ്രസ് ചെയ്യും തോറും ത്രോട്ടിലുള്ള എന്ത് തരം ഇൻഫെക്ഷൻ ആണെങ്കിലും ആ സമയത്ത് തന്നെ കുറഞ്ഞ് നിങ്ങൾക്കേ ഫീൽ ചെയ്യും. അതേപോലെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ ഫിംഗേഴ്സ് വെച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് ഈ മുകളിലേക്ക് ഇങ്ങനെ മസാജ് കൊടുക്കുക. ഇത് ഒരു അത്യാവശ്യം നല്ല പ്രഷറോട് കൂടി ചെയ്യുക. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് അവസാനിക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുക. അതായത് നമ്മൾ ഈ കൊണ്ടുപോയിട്ട് ടോക്സിൻ ഇവിടെ എല്ലാം കൊണ്ട് നിർത്തുകയാണ്. ഈ പുറം ഭാഗത്തെ എല്ലാം ഇതേപോലെ ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം. ഈ ഭാഗത്തുനിന്ന് 3 പ്രാവശ്യം കൊണ്ടുവരാം. അതേപോലെ ഇതിലും ഇവിടുന്ന് കൊണ്ടുവന്ന ശേഷം ഇവിടുന്ന് ഇതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഹാൻഡ് മസാജ് അവസാനിച്ചു. ഇത് മറ്റുള്ളവർ ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ മസാജുകളുണ്ട്. ഇത് നമുക്ക് സ്വയം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന മസാജാണ്. ഡെയിലി നിങ്ങൾക്ക് അസുഖത്തിനനുസരിച്ച് 2, 3, 4 നേരം ചെയ്യാം. ഇല്ല ടൈമില്ലേ, നമ്മൾ രാവിലെ 1 പ്രാവശ്യം ചെയ്താലും മതി. നമ്മളുടെ കയ്യിലുള്ള ഓർണമെൻറ്റ്സ്, അതായത് റിങ്ങൊക്കെ ഊരി വെച്ച ശേഷം ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ടായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ആരെങ്കിലും അറിവിലേക്ക് ഷെയർ ചെയ്യുന്ന
പറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഈ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിനേക്കാളും ഉപകാരപ്രദമായിരിക്കും. എല്ലാവരുടെയും ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് ഒന്നിച്ച് രക്ഷപ്പെടണം. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതിനു മുമ്പ് നിങ്ങൾ ചെയ്ത് നോക്കി റിസൾട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതായത് ഇതിലിങ്ങനെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് റിസൾട്ടുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ആരെന്ത് പറയുക വെച്ചാൽ നമ്മൾ 100 പ്രാവശ്യം ആലോചിക്കും അല്ലേ, എന്നിട്ട് 101ാമത്തെ പ്രാവശ്യം നമ്മൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. അതേപോലെ ഇതും സ്വയം നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം വീണ്ടും വീണ്ടും പറയണം, മറ്റുള്ളവർക്ക് എത്തിക്കുക. നമ്മളുടെ ഈ ഒരു മസാജിലൂടെ ഇപ്പം എല്ലാവരും പറയും വിരൽത്തുമ്പിൽ ചെയ്യണോണ്ട് എന്താ റിസൾട്ട് എന്നുള്ളത്. നമുക്ക് മുതൽ മുടക്കില്ല, യാതൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ സ്വയം ചെയ്ത് നോക്കുക, റിസൾട്ട് ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മൾക്ക് എല്ലാവർക്കും ഒന്നായിട്ട് നമുക്ക് ഈ പറയുന്ന വൈറസിനെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റുമാറാകട്ടെ. എല്ലാവരും ഇതിന് പുറമെ ചെയ്യേണ്ടത് ഒരു മനുഷ്യന് വേണ്ട 4 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ശരിയായ രീതിയിലുള്ള പ്രാർത്ഥന. അതിനുശേഷം ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ശരിയായ രീതിയിലുള്ള ഭക്ഷണ രീതി, ശരിയായ രീതിയിലുള്ള എക്സസൈസ് അഥവാ വ്യായാമം, ശരിയായ രീതിയിലുള്ള ഉറക്കം. ഇതിൻ്റെ ഒപ്പം ഇതും കൂടെ നമ്മൾ തുടർന്ന് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുവരാം. എന്തായാലും നമുക്ക് ഈ പറയുന്ന ഒരു പനിയെ അഥവാ നമുക്ക് വൈറസിനെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തുരത്തി ഓടിക്കാൻ പറ്റുമാറാകട്ടെ. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക, എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കിയ ശേഷം എങ്ങനെയുണ്ട് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.